ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യസ്ഥലങ്ങളിലൊന്നായ അൽ അഖ്സ മസ്ജിദിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം റമദാൻ മാസത്തിന്റെ ആദ്യ ദിനത്തിൽ തകർക്കണമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ഫലസ്തീനികളോട് അഭ്യർത്ഥിച്ചു. ഇസ്രായേലി അധിനിവേശത്തിനും അതിൻ്റെ പങ്കാളികളായ അമേരിക്കയ്ക്കും യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തത് രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും നേടിയെടുക്കാൻ കഴിയില്ലെന്ന് ഹനിയ പറഞ്ഞു. ഹമാസിന് പ്രതികൂലമായി ബാധിക്കും വിധം വെടിനിർത്തൽ കരാർ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. ജനങ്ങളുടെ ജീവനിലുള്ള ഉത്കണ്ഠ കാരണം തങ്ങൾ ചർച്ചകളിൽ കാണിക്കുന്ന ഏതൊരു വിട്ടുവീഴ്ചയും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സന്നദ്ധതയുടെ ഭാഗമാണെന്നും ഹനിയ പറഞ്ഞു. ഇസ്രായേലിനെ നിയന്ത്രിക്കാനും ഗസയുടെ തെക്കേയറ്റത്തുള്ള റഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ തടയാനും അദ്ദേഹം ലോകത്തോടും പ്രത്യേകിച്ച് സൗഹൃദ അറബ് രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. അൽ അഖ്സ മസ്ജിദിനും വിശ്വാസികൾക്കുമെതിരായ ഇസ്രായേൽ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സയ്ക്ക് പിന്നിലെ പ്രധാന പ്രേരണയെന്ന് ഹനിയ വ്യക്തമാക്കി. വിശ്വാസികൾക്കെതിരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. അൽ അഖ്സ മസ്ജിദിലെ കാര്യങ്ങൾ അന്താരാഷ്ട്ര പ്രമേയത്തിന് അനുസൃതമായി മാത്രമേ ഹമാസ് അംഗീകരിക്കുകയുള്ളൂ. അത് ഏറ്റവും അടിസ്ഥാന ആവശ്യമാണെന്നും ഹനിയ പറഞ്ഞു. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഗസയെ പിന്തുണയ്ക്കുന്ന എല്ലാ പ്രതിരോധ സേനകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അച്ചുതണ്ട് അൽ അഖ്സ മസ്ജിദ് ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7 മുമ്പ് വലിയ അതിക്രമങ്ങളായിരുന്നു ഇസ്രായേൽ അധിനിവേശ സേന അൽ അഖ്സയിൽ നടത്തിയിരുന്നത്. ഇതിന് മറുപടിയായിട്ടായിരുന്നു ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന തൂഫാനുൽ അഖ്സ മിന്നൽ ആക്രമണം. അൽ അഖ്സ മസ്ജിദിൻ്റെ കാര്യത്തിൽ തീകൊണ്ട് കളിക്കരുതെന്ന് ഇസ്രായേലിന് പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ ചെവിക്കൊണ്ടില്ലെന്ന് ആക്രമണശേഷം ഹനിയ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഭരണകൂടം അൽ അഖ്സ ഏറ്റെടുക്കാൻ പദ്ധതിയിടുന്നുവെന്ന വ്യക്തമായ വിവരം ഹമാസിൻ്റെ പക്കലുണ്ട്. ഇസ്ലാമിക പുണ്യഭൂമിയെ അപമാനിക്കുന്നത് ഹമാസ് നോക്കി നിൽക്കില്ലെന്നും ഹനിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഇസ്രായേൽ സൈന്യം അൽ അഖ്സയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും അടച്ചിട്ടുണ്ട്. ഏതാനും പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം അധിനിവേശ സേനയുടെ സംരക്ഷണത്തിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ ഇവിടേക്ക് പ്രവേശിക്കുന്നത് തുടരുകയാണ്. മുമ്പ് റമദാൻ മാസത്തിൽ 10,000-കണക്കിന് മുസ്ലിങ്ങളാണ് ദിവസവും ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്തിയിരുന്നത്. ആരാധകരെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി അൽ അഖ്സ പള്ളിയുടെ ചുമതലയിൽ നിന്ന് മന്ത്രി ബെൻഗുറിനെ ഒഴിവാക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ അഖ്സ പള്ളിയിൽ വിശുദ്ധ മാസത്തിൽ മുസ്ലിങ്ങളെ വിലക്കണമെന്ന ബെൻഗുറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അൽ അഖ്സയിലേക്കുള്ള വഴികൾ ഇസ്രായേൽ സൈന്യം അടച്ചതോടെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരമടക്കം മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അൽ അഖ്സ പള്ളിയിലെ മുൻ ഇമാം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.